നമുക്കൊന്നിച്ച് സഭയായി ചേർന്ന് വന്ന് ആരാധിപ്പാനും ധ്യാനിപ്പാനും പഠിക്കുവാനും സ്നേഹിപ്പാനും ഉൾക്കൊള്ളുവാനും ദൈവം ഒരു സന്ദർഭം കൂടെ തന്നിരിക്കുന്നു. 26 വർഷം മുൻപ് പ്രകാരം ഒരു കൺവെൻഷൻ ആരംഭിച്ചവരെയും അന്ന് നേതൃത്വം കൊടുത്തവരെയും അന്ന് മുതൽ ഇന്നോളം ഈ ഭദ്രാസനത്തെ നയിച്ച മേൽപ്പെട്ടക്കാരെയും മെത്രാപ്പോലിത്തന്മാരെയും തിരുമേനിമാരെ എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇങ്ങനെ ഒരു സ്ഥലം കൺവെൻഷന് വേണ്ടി രൂപപ്പെടുത്തിയ എല്ലാവരെയും അതിന് നേതൃത്വം കൊടുത്ത തിരുമേനിയെയും നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യും. ഇന്ന് നമുക്ക് എത്ര അനുഗ്രഹകരമായി ഈ മഴയുടെ കാലം തന്നെ കൂടി വരുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കിയിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ ഒന്നിച്ചുള്ള അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ഇന്ന് ലോകമെമ്പാടുള്ള സഭ ഐക്യദിനമായി കൊണ്ടാടുകയാണ്. യൂണിറ്റി ഒക്ടേവ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ജനുവരി മാസം 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ലോകമെമ്പാടുള്ള സഭ ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് ലോകത്തോട് സംഭാഷിക്കുന്ന ദിവസങ്ങളാണ്. രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഈ സഭ പല കഷ്ണങ്ങളായി മുറിഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലാണ് ഇപ്രകാരം ഒരു ഐക്യ കൂട്ടായ്മ പ്രാർത്ഥന നടത്തണമെന്ന് എല്ലാവരും കൂടി ആലോചിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തത്. ദൈവത്തിൻ്റെ കരുണയാൽ AD 52 മുതൽ ഇവിടെ ഒരു സഭയുണ്ടാകുവാൻ ദൈവം തുണച്ചു. ഭാഗ്യവാനായ അപ്പോസ്തലൻ തോമസ് അപ്പോസ്തലനെ ദൈവം ഈ മലബാറിൻ്റെ മണ്ണിലേക്ക് അയച്ചു. നമ്മുടെ പൂർവികർ അനുഭവിച്ച ഈ ദൈവസ്നേഹം തുടർന്ന് ഇത്രത്തോളം നിലനിർത്താൻ ദൈവം നമ്മെ തുണച്ചു. താൻ ഒറ്റക്കൊടുക്കുന്ന ഒരു രാത്രിയിൽ യേശു ഒരപ്പം എടുത്ത് ശിഷ്യന്മാരുടെ മുമ്പായി മുറിച്ചിട്ട് പറഞ്ഞു, നാളെ ഞാൻ ഇതുപോലെ എൻ്റെ ശരീരം മുറിക്കുകയാണ്. നിങ്ങൾ ഒന്നാകുന്നതിന് വേണ്ടിയാണ് ഈ മുറിക്കപ്പെടൽ. നിങ്ങൾ ഒന്നാകണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന തൃത്വത്തിൻ്റെ ഐക്യം പോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെയും ഐക്യം. ഒന്നായി നിന്ന് സാക്ഷ്യപ്പെടുത്തണം. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന സംഗതിയാണ് ലോകത്തിൽ ദൈവത്തിൻ്റെ സഭ മുറിഞ്ഞിരിക്കുന്നൊരു വേദന പൊതുവെ ആർക്കും ഉണ്ടാകാറില്ല. അതാണ് ഏറ്റവും സങ്കടം. കൈക്ക് ബലക്ഷയമോ നംനസോ ബാധിക്കുന്ന അവസരത്തിൽ നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർമാർ ചോദിക്കും, ഇവിടെ വേദനയുണ്ടോ എന്ന് നോക്കി ഓരോ സ്ഥലത്തും ഞെക്കി നോക്കുമ്പോൾ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും സാരമില്ല, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. വേദന ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ട്, ഇനി കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് പറയും. ഇത് തന്നെയാണ് ഭൗതികമായ തലത്തിൽ നാം നോക്കുമ്പോൾ തന്നെ ആത്മീയമായ തലത്തിൽ ദൈവത്തിൻ്റെ ഈ സഭ മുറിഞ്ഞിരിക്കുന്നു എന്നൊരു വേദന ഇല്ലാത്ത ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലിയ ശാപം. ദൈവത്തിൻ്റെ തിരുസഭ യേശു കർത്താവാണ്, ദൈവമാണ്, രക്ഷകനാണെന്ന് പറയുന്ന എല്ലാവരും തമ്മിൽ വലിയ ഐക്യമാണ്. ഒരു അപ്പത്തിൻ്റെ അംശങ്ങൾ എന്നതുപോലെ എല്ലാവരും ഒന്നായി പറയണം. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ തന്നെ ഒരു ദൈവം, ഒരു കർത്താവ്, ഒരു സ്വർഗം, അപ്രകാരം ഒരു മാമോദിസ എന്നെല്ലാം നാം വേദപുസ്തകത്തിൽ പഠിക്കുന്നുവെങ്കിലും ഇതിലെല്ലാം തട്ടിയാണ് നാം മുറിഞ്ഞു പോകുന്നത്. മാമോദിസ തൃത്വനാമത്തിൽ മാമോദിസ ഏറ്റവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സമൂഹം വിശുദ്ധ കുർബാനയ്ക്കായി അടുത്ത് വരുമ്പോൾ ഇത് ഞങ്ങളുടെ കുർബാനയാണ്, ഞങ്ങളുടെ മേശയാണ്, നിങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നൊരു കാലവും സഭകളും. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കെങ്ങനെ ഈ ക്രിസ്തീയ പ്രമാണം പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും? നമ്മുടെ പിതാക്കന്മാരുടെ നല്ല പഠിപ്പിക്കലുകളാണ് അതിന് പ്രചോദനമായി ലഭിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ 3-ാമത്തെ റൂസ്മ കഴിയുമ്പോൾ ഭാഗ്യസ്മരണീയനായ അബ്രഹാം മാർത്തോമ തിരുമേനി മുന്നോട്ട് വന്നിട്ട് പറയും, Now the Lord's table is ready. All those who baptized in Holy Trinity are welcome to this table. This is not a മാർത്തോമ table, this is Lord's table. ഇതാണ് നമുക്ക് കിട്ടിയ ദർശനം, നമുക്കുള്ള പിതാക്കന്മാരുടെ പഠിപ്പിക്കലും ഉപദേശങ്ങളും. വിശുദ്ധ മേശയിലേക്ക് സ്നാനപ്പെട്ട എല്ലാവർക്കും വന്നു ചേരാനുള്ള വലിയ കർത്താവിൻ്റെ വിളി രേഖപ്പെടുത്തിയാണ് മേൽപ്പെട്ടക്കാരും വൈദികരും കാർമ്മികരും. നമുക്ക് വേദനയോടുകൂടെ വേണം സഭ മുറിഞ്ഞിരിക്കുന്നതിന് ഭാരം. അവനവൻ്റെ സഭ മാത്രമാണ് നല്ലതെന്നും മറ്റതെല്ലാം ശരിയല്ലെന്നും ഒരു ചിന്ത നമ്മെ ഇടക്കാലത്ത് എന്നും ഭരിക്കാറുണ്ട്. അതിൽ നിന്ന് വിമോചനം നേടേണ്ടിയിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ അനേക ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്നൊരു കാലം. ഇങ്ങനൊരു കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിയുന്നതിനെ ദൈവത്തിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ സമ്മാനം. എന്നാൽ ഒരിക്കൽ പള്ളിയിൽ പോകാൻ മടിക്കാൻ പേടിക്കുന്ന ഒരു കാലത്ത് നാം ജീവിക്കുന്നു. അനേക ക്രൈസ്തവരവർ വിശ്വാസം ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകുന്നു. ക്രിസ്ത്യാനി ആകുന്നതെന്ന് പറയുമ്പോൾ കൊല്ലപ്പെടുന്ന ഒരു ലോകത്തിലും കാലത്തും രാജ്യത്തിലും നാം ജീവിക്കുന്നു. നമ്മുടെ സാഹോദര്യം ലോകത്തോട് പറയാനും ഭിന്നിച്ചതിൽ നിന്ന് മാറിപ്പോയി കർത്താവെ ഒന്നായി നിന്ന് നിന്നെ സാക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിലെ 22% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് 16 കുറഞ്ഞിരിക്കുകയാണ്. ഷ്രിങ്ക് ചെയ്യുന്നൊരു സമൂഹമായി ക്രിസ്ത്യാനികൾ തീർന്നിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ മാറ്റപ്പെട്ടു അകന്നും ഇരിക്കുന്നുണ്ട്. ചൈതന്യവും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായി നാം തീർന്നിരിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രൻ തമ്പുരാൻ എപ്പോഴുള്ള അപേക്ഷയാണ്, പിതാവേ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകണം. ഒന്നാകുന്നില്ലല്ലോ ദൈവമേ. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മാത്രമല്ല, വിശ്വാസം കൊണ്ട് പോലും അകന്നാണ് ഇരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു കാലമായി തീർന്നിട്ടുണ്ടോ? ഇതുപോലെ സമാധാനം അനുഭവിക്കുന്ന ഒരു സമൂഹം നമ്മൾ മാത്രമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ പിടിച്ചു നിൽക്കാനും ഉറച്ചു നിൽക്കാനും ആരെയും അന്യരായി കണക്കാക്കാതെ മുന്നോട്ട് പോകാനും എല്ലാ സമൂഹങ്ങളെയും ഒന്നായി കാണാനും കഴിയണം. എത്രയോ പള്ളികൾ മാറി മാറിയാണ് നാം ആരാധനയ്ക്ക് വേണ്ടി വരുന്നത്. അവിടെയൊക്കെയുള്ള വിശ്വാസികളെ ഓർത്തു നിൽക്കാനും വിശ്വാസം ത്യജിച്ചു പോകാതെ പിടിച്ചു നിൽക്കാനും പുതിയ തലമുറയെ ദൈവമേ കർത്താവെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സഭ ഐക്യത്തിൻ്റെ ഈ ആഴ്ചയിലെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കണം. പീഡനം ഏൽക്കുന്ന സമൂഹത്തിന് വേണ്ടി, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി ദൈവമേ ഈ വലിയ ദുഷ്ടാത്മാവിൻ്റെ ശക്തിയിൽ നിന്ന് നിൻ്റെ ജനത്തെ രക്ഷിക്കണമേ, നിൻ്റെ ജനത്തോട് കനിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. നാം ക്രിസ്ത്യാനി ആയി എന്ന് വിചാരിച്ചാലും ക്രിസ്ത്യാനി ആകാത്തവരെക്കുറിച്ചൊരു ഭാരം നമുക്കുണ്ടാവണം. ഒത്തിരി ആളുകൾ യേശുവിനെ കാണാൻ താല്പര്യമാണ്. യജമാനന്മാരെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. യവനന്മാർ വന്ന് ശിഷ്യന്മാരോട് പറയുമ്പോൾ യേശുവിൻ്റെ ഹൃദയവും മനസ്സും തുടികൊട്ടുകയാണ്. യജമാനന്മാരെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. ഇന്നും അതുപോലെ ധാരാളം ആളുകൾ യേശുവിനെ കാണാൻ വേണ്ടിയുണ്ട്. ഭിന്നിച്ചിരിക്കുന്ന സഭയ്ക്ക് ലോകത്തിന് കൊടുക്കാൻ ഒരു ഐക്യ സന്ദേശവുമില്ല. ഭിന്നിച്ചിരിക്കുന്ന സഭയ്ക്ക് ലോകത്തോട് സമാധാനത്തിൻ്റെ വാക്ക് പറയാനേ കഴിയത്തില്ല. കേരളത്തിലെ എല്ലാ സഭകൾക്കും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിനെ തരണം ചെയ്യുവാൻ, പ്രതിരോധിക്കാൻ കഴിയേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഇടവിൽ നിന്നുകൊണ്ട് ഒരു മതിൽ കെട്ടി അതിനിടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരുവനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. യെഹെസ്കേൽ പ്രവാചകൻ ജനത്തോട് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന പറയുകയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഞാനാണോ കർത്താവേ, ഞാനല്ലേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാഗൽഭ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്ലീഡ് ചെയ്യാൻ തക്കണം, കരയാൻ തക്കണം. വേദനപ്പെടുന്ന ഹൃദയങ്ങളോടുകൂടെ പോകുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമുക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. ദൈവത്തിൻ്റെ ശരീരം മുറിഞ്ഞിരിക്കുന്നു. വിശുദ്ധ സ്നാനം മൂലം നാം കർത്താവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെട്ടവരാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിച്ചത്. അതിനാലാണ് വിശുദ്ധ മേശയിലേക്ക് നാം അടുത്തു വരുന്നത്. അവിടെയും ഐക്യത്തിൻ്റെയാണ്. പലരാകുന്ന നാം ഒരപ്പത്തിൽ നിന്ന് കഴിക്കുകയും ഒരു ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ഏക ശരീരത്തിന് അംശങ്ങളല്ലയോ എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു, ചോദിക്കുന്നു. നമുക്കെപ്പോഴും ഈ ഒരു ചിന്തയും ഈ ഒരു ഭാരവും ഈ ആഴ്ചയിൽ നമ്മെ ഭരിക്കട്ടെ. നമ്മുടെ സ്വന്തം പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ഇടവകയിലും ഇതുപോലെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവമേ നിൻ്റെ സഭ മുറിഞ്ഞിരിക്കുന്നു, നിൻ്റെ ശരീരം മുറിഞ്ഞിരിക്കുന്നു, നീ എന്നെ വീണ്ടും ഗാഗുൽഥായിലെ കുരിശിൽ തൂക്കുന്നത് പോലെ ഞങ്ങൾ നിൻ്റെ മനസ്സിനെതിരായി പ്രവർത്തിക്കുന്നത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഐക്യത്തോടുകൂടെ നിലനിന്ന് കർത്താവിൻ്റെ സ്വഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കർത്താവെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒരു കൺവെൻഷൻ്റെ ഗുണം യേശു ആരാകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എവിടെയാണ് ഞാൻ തെറ്റിപ്പോയെന്ന് കണക്കാക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് ഒന്നാകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധി ഉണ്ടാകണം. മാർപ്പാപ്പ തിരുമേനിയെ സന്ദർശിക്കാൻ പോകാൻ ഞങ്ങൾ തിരുമേനിമാർക്കൊരു സമയം കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ്, എന്ന് നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാൻ കഴിയും. ഈ ഒരു ആകാംക്ഷയും ഈ ഒരു ആഗ്രഹവും ഈ ഒരു താല്പര്യമാണ് സഭകളെ ബന്ധിപ്പിക്കേണ്ടത്. എന്ന് നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ ഈ മേശയിൽ ഒന്നായി പങ്കെടുക്കാൻ കഴിയും. അതിന് കഴിയുന്നില്ലല്ലോ ദൈവമേ. ഇന്ന് ഞങ്ങൾ വിഭാഗ്യത കൊണ്ട് മാറി മാറി അകന്നകന്ന് പോകുന്നു. ഒരു കുരിശ്, ഒരു മരണം, ഒരു സ്വർഗം, ഒരു കാൽവറി, ഒരു കുരിശ്, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അന്യപ്പെട്ടായി തീരാതെ
കർത്താവ് എന്തിനു വേണ്ടി ഇതെല്ലാം സഹിച്ചുവോ അതും പൂർണ്ണമായി മനസ്സിലാക്കി കർത്താവിൽ ഒന്നായി വളർന്ന് ആത്മാവിൻ്റെ ബലത്തോടുകൂടി ജീവിച്ച് സാക്ഷ്യമുള്ള സമൂഹമായി ഭിന്നിച്ചു പോകാത്ത ഐക്യത്തിൽ ഒന്നായി നിൽക്കുവാൻ തക്കണം. ദൈവമേ, കർത്താവെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. സഭകളെല്ലാം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി നിലനിൽക്കാൻ തക്കണം ദൈവം നമ്മെയും സഹായിക്കട്ടെ. മാർത്തോമാ സഭ ഒരു പാലം പണിയുന്ന സഭയാണ്. എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നൊരു സഭയാണ്. ആരെയും വിദ്വേഷിക്കാതെ അകറ്റി നിർത്താതെ ഒന്നായി കർത്താവിൽ ഒന്നായി വളരുവാൻ തക്കണം ദൈവമേ, ഞങ്ങളുടെ കൺവെൻഷനുകളും ഞങ്ങളുടെ കുർബാനയും ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ രീതികളും ഇടവകയും ജീവിതവും മുഖാന്തരമാക്കി തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വിശുദ്ധ മേശയിലേക്ക് പ്രവേശിക്കാം.